സാധാരണക്കാർക്ക് വാക്കിന് വിലയില്ലാതായാൽ, പറഞ്ഞതിനൊന്നും യാതൊരു ഉത്തരവാദിത്വമില്ലാതായാൽ, വായിൽ വരുന്നതെന്തും വിളിച്ചു പറയുന്നവരായാൽ, സാധാരണ നമുക്ക് ശല്യക്കാരെന്ന പേരിലോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടവരാണെന്ന പേരിലോ ഒഴിവാക്കിക്കളയാം. എന്നാൽ ചില ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർ അത്തരം ചില നിലപാടുകൾ സ്വീകരിച്ചാൽ അത് രാജ്യത്തിനും ലോകത്തിനും തന്നെ വലിയ നാശവും നഷ്ടവുമായി തീരും. പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണെന്നറിയാം. സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് 2 ആഴ്ചത്തേക്ക് അമേരിക്ക ഇനി ഒന്നും ചെയ്യുന്നില്ല, അത് കഴിഞ്ഞ് സ്ഥിതിഗതികൾ പരിശോധിച്ച് വേണ്ടത് ചെയ്യും. പക്ഷേ സ്ഥിതിഗതികൾ പരിശോധിച്ചപ്പോൾ തിരിച്ചടിയാണ് സർവ്വതും ലഭിക്കുന്നത്. അങ്ങോട്ട് കയറി ആക്രമിച്ച് തിരിച്ചടി വാങ്ങുന്നത് സഹിക്കാനായില്ല. അതുകൊണ്ട് അമേരിക്കൻ ബോംബറുകൾ 3 ന്യൂക്ലിയർ സൈറ്റുകളിൽ ബോംബിട്ടു എന്ന വാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് രംഗത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെയാണ് അത് രംഗത്ത് വന്നത്. വി ഹാവ് കംപ്ലീറ്റഡ് അവർ വെരി സക്സസ്ഫുൾ അറ്റാക്ക് ഓൺ 3 ന്യൂക്ലിയർ സൈറ്റ്സ് ഇൻ ഇറാൻ, ഇൻക്ലൂഡിംഗ് ഫൊർദോ, നതാൻസ് ആൻഡ് എസ്ഫഹാൻ. All planes are now outside of airspace. A full payload of bombs was dropped on the primary site, Fordowa. All planes are safely on their way home. Congratulations to our great American warriors. There is not another military in the world that could have done this. Now is the time for peace. Thank you for your attention to this matter. ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. എന്ന് വെച്ചാൽ ഇറാൻ്റെ 3 ന്യൂക്ലിയർ സൈറ്റുകളിലും ഫൊർദോവ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ബോംബിട്ടു. ഫൊർദോവയുടെ പ്രത്യേകത അവിടെയാണ് 60% യുറേനിയം സമ്പുഷ്ടീകരണം നടന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. അവിടേക്കടക്കം ബോംബിട്ടു. അതിൽ ഫൊർദോവയിൽ വളരെ മാസീവ് ക്വാണ്ടിറ്റി ബോംബാണ് ഇട്ടിരിക്കുന്നത്. തങ്ങളുടെ സൈനികർ മടങ്ങി വരുന്നു. ഇത് അമേരിക്കയ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഇനി സമാധാനത്തിൻ്റെ സമയമാണ്. വല്ല വാക്കിന് വിലയും നെറിയും യോഗ്യതയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ളവർക്കുമാകാം അമേരിക്കൻ പ്രസിഡന്റ് എന്നതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം. ഏതായാലും അങ്ങനെ വലിയ വീമ്പ് പറഞ്ഞ് മടങ്ങിയിട്ടുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ഇത്തരം സൈറ്റുകളിൽ ആക്രമണം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ് ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറാനിയവും അതിൻ്റെ ഫോർമുലകളുമൊക്കെ വളരെ സക്സസ്ഫുള്ളായി അവിടെ നിന്ന് മാറ്റിയെന്നുമാണ്. ഏതായാലും നേരിട്ടിടപെടില്ല, ഇടപെടും, 2 ആഴ്ച കഴിഞ്ഞ് തീരുമാനിക്കും, ഇപ്പോഴായില്ല, സമാധാനത്തിന് വേണ്ടി നിലകൊള്ളും, എനിക്ക് നോബൽ സമ്മാനം സമാധാനത്തിൻ്റെ തന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിലപിച്ച, എല്ലാ യുദ്ധങ്ങളും നിർത്തിവെക്കാൻ വേണ്ടി ജനിച്ച ഒരാളെന്നുള്ള നിലയിൽ, സമാധാനത്തിൻ്റെ മിഷിഹ എന്നുള്ള നിലയിൽ ലോകം മുഴുവൻ പ്രചാരവേല നടത്തിയ അമേരിക്കൻ പ്രസിഡന്റിന് ഒടുവിൽ ഇസ്രയേലിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരെ തിരിച്ചടിയിൽ നിന്ന് രക്ഷിക്കാൻ ഇത്തരം ഒരു ആക്രമണം നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഗതികേട്, അമേരിക്കയുടെ ഗതികേട്. ഏതായാലും ഇത് യുദ്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം മിഡിൽ ഈസ്റ്റിൽ തന്നെ അമേരിക്കയുടെ ധാരാളമായ ബേസ് സ്റ്റേഷനുകളുണ്ട്. അവിടേക്ക് ഇറാൻ ആക്രമിക്കുമോ എന്നുള്ളതാണ് കൗതുകപൂർവ്വം ലോകം നോക്കി നിൽക്കുന്നത്. ഒപ്പം റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതികരണവും. അമേരിക്ക നേരിട്ടിടപെട്ടാൽ അത് വളരെ ബീഭത്സമായിരിക്കും അതിൻ്റെ മറുപടി എന്നൊക്കെ റഷ്യ പറഞ്ഞിരുന്നു. അതൊക്കെ പറച്ചിൽ മാത്രമാണോ അതോ തുടർ നടപടികൾ ഉണ്ടാവുമോ എന്നാണ് കാത്തിരിക്കേണ്ടത്.